ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, ദിവ്യജീവൻ നൽകിയതോർക്കാം. വളരെ പഴയ ഒരു പാട്ടിൻ്റെ ഒരു വരിയാണ് ഞാൻ പാടിയത്. ഈ പാട്ടിൻ്റെ വരി എന്തുകൊണ്ട് ഇന്ന് സംസാരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിത്രം, ഇസബെല്ല തോബാൻ എന്ന് പറയുന്ന ഒരു വിദേശ മിഷണറി ഇന്ത്യയിൽ വന്ന് തൻ്റെ ജീവിതം ഇന്ത്യക്ക് വേണ്ടി എരിഞ്ഞടങ്ങിയ ആ വനിതയെ ഓർക്കുമ്പോഴാണ്. 1870 ഇവിടേക്ക് വന്ന് 1901 കോളറ വന്ന് താൻ ഈ ലോകത്തു നിന്ന് നീക്കപ്പെടുന്ന സമയം വരെയും ഉത്തരേന്ത്യയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്ന സമയത്ത് ഒരു ഹിന്ദി ദിനപത്രം തുടങ്ങി കർത്താവിൻ്റെ വേലയിൽ അങ്ങേയറ്റം വ്യാപൃതയായി മരിച്ച ആളെക്കുറിച്ച് ക്രിസ്തീയ ലോകത്തിന് തന്നെ അധികം പേർക്ക് പരിചയം കാണുമെന്ന് തോന്നുന്നില്ല. നാം ഗ്രഹാം സ്റ്റീനെക്കുറിച്ചും വില്യം കേറിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അത് നമ്മുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞിട്ടുള്ള വ്യക്തി ജീവിതങ്ങളാണ്. അതുപോലെ ജീവിതം ഒഴിഞ്ഞുവെച്ച് ദൈവകൃപയെക്കുറിച്ച് ചിന്തിച്ച് പാടി പ്രാർത്ഥിക്കുന്ന ഒരു വനിതയായിരുന്നു ഈ കോളറ വന്ന് മരിക്കുന്നവരെയും ഈ വനിതാരത്നം. ഇവർ പറഞ്ഞ മാതൃക ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ കൃപ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഇന്ത്യയിൽ യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന നോർത്തേൺ ഇന്ത്യയിൽ അവർക്ക് വേണ്ടി ജീവിച്ച്, അവർക്ക് വേണ്ടി ദിനപത്രം തുടങ്ങി, അവർക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചു. അങ്ങനെ വിവിധ മേഖലകളിൽ തന്നാലാവോളം കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്ത് നിത്യതയിൽ വിശ്രമിക്കുന്ന ആ വനിതാരത്വത്തെ ഓർക്കുമ്പോൾ, ദൈവമേ നിൻ്റെ കൃപ എത്ര വലിയതെന്ന് പറയുവാൻ മാത്രമേ നമുക്കും കഴിയൂ. ഇങ്ങനെ ഒരു പാട്ട് ഉണ്ട്: പ്രാപ്തിക്ക് മീതെ പ്രാപ്തി നൽകുവാൻ, ശക്തിക്ക് മീതെ ശക്തി നൽകുവാൻ പ്രാപ്തനായ ശക്തനായ ഒരു യേശുവുണ്ട്. പ്രാപ്തിക്കുമീതെ പ്രാപ്തി നൽകുവാൻ, ശക്തിക്കുമീതെ ശക്തി നൽകുവാൻ പ്രാപ്തനായ ശക്തനായ യേശു ഉണ്ടല്ലോ. പ്രാപ്തനാക്കി ശക്തനാക്കി നിന്നെ നടത്തും. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹകാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.